നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കഴിച്ചേ. എന്റെ ചങ്ങാതി വിശന്നിരിക്കുമ്പോ എന്റെ മനസ്സിന് അല്പമെങ്കിലും ആശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ സൗഹൃദത്തിന് വേണ്ടിയെങ്കിലും കുറച്ചെങ്കിലും താൻ കഴിക്കുക. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ അർത്ഥം കൃത്യമായിട്ട് അറിയുന്ന ആളല്ലേ താൻ. അപ്പോ എനിക്ക് അല്പം സ്വാതന്ത്ര്യമൊക്കെ എടുക്കാം. താനേ ഇത് കഴിച്ചേ. കഴിക്ക്. കല്യാണി, അച്ഛൻ നമുക്ക് വാരി കൊടുക്കുന്നുണ്ടോ? അവര് മണവാളനും മണവാട്ടിയല്ലേ? മണവാളനും മണവാട്ടി അങ്ങനെയാ വേണ്ടത്. കഴിച്ചേ. വാ. കഴിക്ക്. നിങ്ങൾ ഫുഡ് കഴിച്ചില്ലേ? ചെല്ല്. അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചെന്ന് കഴിക്കാം. വാ കല്യാണി. ഇത് അമ്മാവനുണ്ടാക്കിയതാ. കഴിച്ചേ. ഒന്നും ബാക്കി വെച്ചേക്കല്ലേ. കഴിച്ചേ. നിത്യ കഴിച്ചേ. സോറി. ഹരിയൊന്ന് കാണാന്ന് കരുതി ഇറങ്ങിയതാ. എന്റെ തെറ്റാ. സാരമില്ല, ഭക്ഷണം കഴിക്കുന്ന സമയമല്ലേ, നടന്നോട്ടെ.
പിന്നെ സ്നേഹമുള്ള ദമ്പതികളെ കാണുന്ന തന്നെ നല്ലൊരു കാഴ്ചയാ. അതെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാ എല്ലാരോടും ഒരുമിച്ചിരിക്കാന്ന് പറഞ്ഞത്. അതെ, നാളെ വിഷു അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഒരു വിഷുവിന് എല്ലാരും ഒരുമിച്ചുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ നടക്കാത്ത കാര്യമല്ലേ, അല്ലേ സുജാതെ? പക്ഷെ നമ്മൾ രണ്ടു കുടുംബങ്ങളും ഒരുമിച്ചുണ്ടല്ലോ. അതുകൊണ്ട് വിഷു നമുക്ക് ഗംഭീരായിട്ട് നടത്തണം. അത് വേണം അപ്പൂപ്പ. കൊറേ കാലായില്ലേ വിഷു ഒക്കെ ആഘോഷിച്ചിട്ട്. കൊറേ കാലോ? അതെന്താ വിഷു ആഘോഷിച്ചിട്ട് കൊറേ കാലം? അത് മോള് പറഞ്ഞത് ജീവ. സാധാരണ വിഷു ആഘോഷിക്കുമ്പോഴേ ഞങ്ങള് മാത്രല്ലേ ഉണ്ടാവൂ. നമുക്ക് ആഘോഷിക്കണം അപ്പൂപ്പ, നല്ല രസമല്ലേ? പിന്നെ നല്ല രസമാണെന്ന് മാത്രമല്ല ഗംഭീരായിട്ട് നമ്മൾ ആഘോഷിക്കുകയും ചെയ്യും. അല്ല സുജാതയ്ക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അമ്മേ, നമുക്ക് എല്ലാവർക്കും കൂടെ വിഷു ആഘോഷിക്കാന്ന അമ്മാവൻ പറഞ്ഞത്. അമ്മയ്ക്ക് എതിരഭിപ്രായം വല്ലതുണ്ടോ? എല്ലാവരുടെയും സന്തോഷമല്ലേ അമ്മ ആഗ്രഹിക്കുന്നത്? അതെ. അതെ, വിഷുവിന്റെ കാര്യങ്ങൾ എന്താ വേണ്ടെന്ന് അമ്മാവൻ പറഞ്ഞാൽ മതി. കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.